ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് 4ാമത്തെ ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിനി സിസ്റ്റർ കാരണമാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടതും. കേരളമൊക്കെ വിട്ടിട്ട് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തു ഈ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെ മിനി സിസ്റ്റർ ആണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ബേബിനെ സ്വാഡിലൊക്കെ ചെയ്ത് നല്ല ക്യൂട്ടാക്കി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ബാക്കി നമ്മളെ സഹായിച്ച് നമ്മുടെ കൂടെ അത്രയും സപ്പോർട്ടീവായി നിന്നിട്ടാ ഇവിടുത്തെ സ്റ്റാഫ്. ഇതൊക്കെ മിനി സിസ്റ്റർ ടീമാണ് കേട്ടോ. പിന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു. ബാക്കി മിനി സിസ്റ്റർ പറയാം. ഡോക്ടർ പറഞ്ഞോ? അപ്പൊ നമ്മളെ വീഡിയോയിൽ ഒന്ന് നിക്കണം പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അല്ലേ. അപ്പൊ ഞങ്ങളും അതുപോലെ ഹാപ്പിയായി. വിചാരിച്ചില്ല ഇവരെ തിരക്കൊക്കെ വിട്ടിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ വന്ന് നിക്കുന്നുള്ളത്. പിന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു, പക്ഷെ ഡോക്ടറോട് പറഞ്ഞില്ല അല്ലേ ഞാൻ, അതുകൊണ്ട് ഇതായി. അപ്പൊ സിസ്റ്റർക്ക് എന്താണ് ഞങ്ങളെ കുറിച്ച് 4 ദിവസം കൊണ്ട്? ഡോക്ടറുടെ കാര്യം ഞാൻ പറയണ മുഴുവനും മനസ്സിലായിരുന്നു. मैंने तो पेशेंट को बहुत डांटा है ना. कैसा था एक्सपीरियंस बताइए आप. डांट पड़ी थी ഫസ്റ്റ് എനിക്ക് करने के लिए ना. ആ മാഡം എല്ലാരും പറയുന്നില്ലേ, ആദ്യം തന്നെ ഒരു മിനി സിസ്റ്റർ പറഞ്ഞു അവിടെ കിടക്കുമ്പോ പറയും കിടക്കരുതെന്ന്. കാണുമ്പോ ഇങ്ങനെ കിടപ്പിലായിരിക്കും ഞാൻ. അപ്പൊ പറയാം എന്നോട് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്യാതിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു 4 ദിവസം 4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അനസ്തേഷ്യ എടുത്താണ്, അല്ലെങ്കിൽ ഹെഡേക്ക് വരുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തായപ്പോ 3rd ഡേ ആയപ്പോ എനിക്ക് ആ സ്പൈനൽ ഹെഡേക്ക് വന്നു. ഇപ്പൊ ഞാൻ ആ പ്രോബ്ലം ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മിനി സിസ്റ്ററിന്റെ വേർഡ്സ് ഇങ്ങനെ ആലോചിച്ചു, അന്നേരേ ചെയ്താൽ മതിയായിരുന്നു എന്ന്. മാഡം എല്ലാരും പറയുന്നുണ്ട് നന്നായിട്ട് മൂവ് ചെയ്യണം, മൂവ്മെന്റ് വേണം എന്നൊക്കെ കേട്ടോ. ഒരു ഉള്ളത് കൊണ്ടല്ലേ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയത്. എന്തിനായിരുന്നു കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആർക്ക് കിട്ടില്ല ഇതുപോലെ ഒരു ടീം എന്ന് പറയുന്നത് പുറത്ത് വന്നിട്ടാണെങ്കിലും. ഇവരെല്ലാം ഉള്ളത് കൊണ്ട് അതാണ് നമ്മുടെ നട്ടല്ലേ ഇവിടുത്തെ. ആ പറയേ മലയാളം കേൾക്കട്ടെ പ്രേക്ഷകര്. When we left home to hospital, no, we never thought that we are going to hospital. After reaching over here, because we have all your team members over here, so we were so relaxed till today. ഏറ്റവും തിരക്കുള്ള ഒരാളെയാണ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്താ പറയാനുള്ള പോകാനുള്ള ഒരാളെ പിടിച്ചു നിർത്തിയതാണ്. അത്രയും ബിസിയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ഓൾറൗണ്ടർ ആണ് ഇവിടുത്തെ. മാഡം പറ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുക. ഓക്കെ കുറച്ച് വൈകി കുറച്ച് ഓക്കെ നമുക്ക് എന്തെങ്കിലും കാണാം. വീട്ടിൽ ചെന്നിട്ട് ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കുമ്പോ ഇവിടെ അധികം സൺലൈറ്റും കിട്ടുന്നില്ലല്ലോ. ക്ലൈമറ്റ് भी ऐसा है ना. हाँ, घर जाने के बाद കാണാം. ഇനി കാണാം. Thank you. Okay ma'am, thank you so much. Thank you ma'am, thank you so much. Stay healthy. അയ്യോടാ, താങ്ക് യു. ശരി. Look, വെരി നോട്ടി ആണെങ്കിൽ he's very smart, not naughty. ഹേവ് നല്ല നോട്ടി ആയതുകൊണ്ട് മാഡം കൂട്ടിക്കൊണ്ടുപോവാന്നാണ് പറയുന്നത് ഹേവിനെ. अभी नहीं, देख लूं हम लोग बाद में कैसे है उसका बिहेवियर. ठीक है. അപ്പൊ ഇതൊക്കെയാണ് കണ്ടില്ലേ ഇവിടുത്തെ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പാണ് അല്ലെ അമ്മേ. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്, ഒരു സമാധാനം എന്ന് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് വന്നപ്പോഴും അതുപോലെ തന്നെ ഞാന് അങ്ങോട്ട് വരാം. ആയി മൂവ് കറിനൊക്കെയല്ലേ. ഹാ ठीक है. അമ്മ വാ, ഇവിടെ എത്തണം. ഇവിടെ AC നല്ല അപ്പൊ ഇത് ഇനിയിപ്പോ പോകുന്നതിന്റെ ഫൈനൽ പ്രൊസീജിയർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 ദിവസം ചെയ്താൽ നമ്മളെ ഇവിടുന്ന് വിട്ടു എന്നാണ് അതിന്റെ അർത്ഥം. 3 ദിവസം ഞാൻ 3 അല്ല 4 ദിവസം ട്രിപ്പിലായിരുന്നു. ഇന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നില്ല. 10 മണിക്ക് വന്നവരാണ്. ഇന്ന് ഫ്രൈഡേ. വലിയ കാര്യം സമയം സമാധാനമായി. ഈ ഒരു സമയത്ത് ഇറങ്ങാൻ പറ്റുകയെന്ന് പറഞ്ഞാലും 4 ദിവസത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് അതിന് മാത്രം പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഈ കുറെ കാര്യങ്ങൾ ശരിക്കും നമുക്ക് പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളായതാണ്. ഞാൻ പറഞ്ഞു റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം.
അങ്ങനെ എല്ലാവരും അവരവരെ തിരക്ക്, എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ വന്നു നിന്നു. പിന്നെയും ഉണ്ടല്ലേ ഒരുപാട് പേര്, അവരൊക്കെ ഓരോ ഡ്യൂട്ടി ടൈം ഉണ്ടല്ലോ, 2 o'clock കൂടി കുറെ പേരുടെ ഇതൊക്കെ തീരും. അപ്പൊ അവരൊക്കെ പോയി. നമ്മള് പെട്ടെന്ന് തീരുമാനിച്ചാണ്. അവര് സാധാരണ ഇപ്പൊ സമയം ഇപ്പൊ ഒരുപാടായില്ല അല്ലെ? കുറച്ച് ടൈമായി, 5 മണിയായി. 5 മണിയായി. 4 മണിയോടെ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതാണ്. പിന്നെ അടുത്തടുത്ത സെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയെല്ലാം കണ്ടല്ലോ ടീം മെമ്പേഴ്സിനെ. അപ്പൊ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആൻഡ് ഹെൽപ്ഫുൾ ഒക്കെ ആയിരുന്നു. ഹെയർ വൃത്തിയാക്കി തരാനും ബാക്കി ഡ്രസ്സ് മാറ്റി തരാനും അല്ലെ, ഒരു റിസ്ക് ഒന്നും അറിഞ്ഞില്ല. ഇവിടുന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനും വാഷ്റൂമിലേക്ക് പോകാനൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡെലിവറിന്റെ ടൈമില് ഞങ്ങള് തിങ്കളാഴ്ച വന്നാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അങ്ങനെ ഓക്കെ, ഇന്നത്തേക്ക് 4 ദിവസം. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ് നമ്മുടെ ഡിസ്ചാർജിങ് കേട്ടോ. അപ്പൊ ഒരു 10:30 അല്ലേ, 10:15. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, നമ്മൾ വന്നപ്പോ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ പോകുമ്പോൾ എന്താണ്? ഇല്ല, സത്യം പറഞ്ഞാൽ ആ ഒരു ടെൻഷൻ ഇപ്പൊ ഒരു അങ്ങനെ ഇല്ല. എല്ലാവരും ഇതായിട്ട് പോകുന്ന പോലെയാണ്. അല്ല, അപ്പൊ ആദ്യം വരുമ്പോ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ നാട്ടിലല്ല, വേറൊരു സ്ഥലത്താണ്. അത് മാത്രല്ല, എന്നോട് നീ പറഞ്ഞൊരു കാര്യമുണ്ട്, ദിനേട്ട എനിക്ക് പ്രസവിക്കാൻ പേടിയാണെന്ന് പലവട്ടം പറഞ്ഞിരുന്നു. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. അപ്പൊ അന്ന് വരുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അന്ന് വരുമ്പോ. അപ്പൊ ഇവിടെ വന്നെന്ന് പറഞ്ഞ് കറക്റ്റ് അപ്പൊ തന്നെ പോവാന്ന് അല്ലേ, മാഡം വിളിച്ചല്ലേ കാണുന്നത്. അതെ, എല്ലാവരും റെഡിയാണ്, എല്ലാ സംഭവം ഓക്കെയാണ്. പറയുന്ന നമ്മളെ വീട്ടിൽ നിന്ന് എത്തി, ജസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിന്ന് വിളിച്ചു. അവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്തി. ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, നമ്മള് മാത്രല്ല അത് പറയുന്നത് കേൾക്കുമ്പോ. പക്ഷെ നമുക്ക് അത്രയും ഒരു കൺസേൺ തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വന്നപ്പോ ഞങ്ങള് പറഞ്ഞത് എന്താ ഇത് ഇപ്പൊ തന്നെയോ, നമുക്കൊന്ന് മെന്റലി പ്രിപ്പയർ ചെയ്യാൻ ഒരു സമയം കിട്ടണ്ടേ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ മെയിൻ ഡോക്ടേഴ്സ് ഒക്കെ റെഡി ആയി എന്നുള്ളത്. ഇവർക്ക് കുറെ ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഇവർക്ക് മാഡത്തിന് കുറച്ച് പേരുണ്ട് അല്ലെ, അനസ്തേഷ്യക്ക് ഈ എക്സ്പേർട്ട്, ഇവര് 2 പേരിൽ ഒരാളെ ചെയ്താൽ മതി. അങ്ങനെ കുറെ സംഭവങ്ങളുടെ ഒരു സെലക്ഷൻ ആണ് അവര്, കുറച്ച് ടീം മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ റെഡിയാക്കി അങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ ഇന്ന ഡോക്ടർ. നമുക്ക് എനിക്കും ഫസ്റ്റ് സിസേറിയൻ, നമ്മൾ ആരാണെങ്കിലും സിസേറിയൻ ചെയ്ത് നമ്മൾ ഈ ഡോക്ടർ എന്നെ ട്രീറ്റ് ചെയ്താൽ മതി എന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ചോയ്സ് ഓഫ് ഡോക്ടേഴ്സ്. അത് നമുക്ക് ഡോക്ടർ ഉണ്ട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആൻഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള കുറച്ച് ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ മാഡം തന്നെ എല്ലാം സെറ്റ് ആക്കി തന്നു. അങ്ങനെ എല്ലാം സപ്പോർട്ടും ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പൊ എന്താ വെച്ചാല് 12:30 ആവുമ്പോ 12 മണിക്കല്ലേ തിയേറ്ററിൽ കയറി. മുമ്പ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഡ്രസ്സൊക്കെ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ നേരെ കിടന്നു റെഡിയായി, അനസ്തേഷ്യക്ക് റെഡി ആകുന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് കയറിയപ്പോ ഇവരെന്നോട് ഇങ്ങനെ കഥ പറയാം, എന്താ കഴിച്ചെന്ന് രാവിലെ. ആരെ അനസ്തേഷ്യ ചെയ്യുന്ന നമ്മുടെ ഡോക്ടറും അനസ്തേഷ്യ അവര് നമ്മുടെ സർജനും മാഡവും ചോദിക്കുന്നുണ്ട്. സുമിത്ര മാഡം ആണ് അന്യ സർജറി ചെയ്തേട്ടോ. സുമിത്ര തുടങ്ങുന്നതിന്റെ ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റ്സ് ബിഫോർ എനിക്ക് വന്ന് കാണാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ കണ്ടതാണ്, പേടിച്ചിരിക്കുന്ന ഒരു ഫേസ്. പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്തിയപ്പോ എല്ലാം റെഡി ആയിട്ട് നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിനെ വിളിക്കണം. അങ്ങനെ ദിനോട്ടം വന്നു. പിന്നെ കുറച്ച് ദിനോട്ടം കുഞ്ഞിനെയും കൊണ്ടുവന്നു. കുഞ്ഞ് എനിക്ക് കിസ്സൊക്കെ ചെയ്തിട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഈ എക്യുപ്മെന്റ്സ് ഒന്നും നോക്കുന്നില്ല. നോക്കിയാൽ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല, അതായിരിക്കും അവസ്ഥ. പക്ഷെ മിനിമാഡൊക്കെ വന്നത് അതാ പറഞ്ഞു, ഡോക്ടേഴ്സ് വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ കഴിച്ചേ, എങ്ങനെയാ നോട്ട്സ് ഉണ്ടാക്കിയത്, ഇതൊക്കെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓട്സാ കഴിച്ചു. ഓക്കെ. അതിന് ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നല്ലോ, അപ്പൊ ഞാൻ ഇതൊക്കെയാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവര് ചോദിച്ച് എന്നോട് വന്ന് ഇരിക്കാൻ. നമ്മുടെ അവിടെ ആദ്യം കിടന്നിട്ട് ഇങ്ങനെ പുറകിൽ താഴെ അല്ലായിരുന്നു അനസ്തേഷ്യ ചെയ്തിട്ടുണ്ടായിരുന്നെ. അപ്പൊ എന്നോട് വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പുറകില് ഇവിടെയാണ് ചെയ്ത് തന്നിട്ട് അനസ്തേഷ്യ. അതും ഞാൻ അങ്ങനെ അറിഞ്ഞില്ല പെയിൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അറിയാലോ എന്തൊക്കെയാണ് പ്രൊസീജിയർ, തരിപ്പൊക്കെ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അങ്ങോട്ട് പോയി. അതൊക്കെ പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്ന അനസ്തേഷ്യന്റെ തരിപ്പൊക്കെ മാറിയപ്പോ ഞാൻ വിചാരിച്ചു ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇതായിരുന്നു പെയിൻ. 2 days ലേബർ പെയിൻ എന്താന്ന് അറിഞ്ഞു. ഒന്നും അറിയണ്ടെന്നുള്ള സിസേറിയൻ തന്നെയായിരുന്നു ഫസ്റ്റ്. പക്ഷെ പെയിൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പെയിൻ അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു നിവൃത്തിയിലാണ് സിസേറിയൻ ചെയ്തതാണ് ഫസ്റ്റ്. ഇപ്പൊ എന്തായി, നേരെ പോയി സിസേറിയൻ സുഖമായി ചെയ്തിട്ട് ലാസ്റ്റ് ഭയങ്കര പെയിൻ ആയിപ്പോയി. 2 days കഴിഞ്ഞ് പെയിൻ മാറിയപ്പോ ഷുഗർ ലെവൽ ഇപ്പൊ എനിക്ക് ഏറ്റവും 87 അങ്ങനെ ലെവലൊക്കെയാണല്ലേ. താങ്ക് യു. ഇതാണ് നമ്മുടെ ഷീന മാഡം. മാഡത്തിന് ഒരുപാട് വെയിറ്റ് ചെയ്തു, പക്ഷെ കണ്ടില്ല ഇത്ര ദിവസം. അതുകൊണ്ട് ആ മേഡം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മേഡം ബിസി ആയി. അമ്മ ഇതാണ് ഷീന മാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
പേരൊക്കെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 months ആയി കൊണ്ട് നടക്കാവേ. ആ മരുന്നുകൾ പിന്നെ മാഡത്തിനെയാണ്, മാഡം ഫിസിഷ്യൻ. നമ്മള് വേറെ ഷുഗറും എല്ലാം കാണിക്കുന്ന മാഡത്തിന്. ഫിസിഷ്യൻ നമ്മുടെ മാഡാണ്. ഞാൻ ഷുഗറൊക്കെ പ്രശ്നമാകുമ്പോ മാഡത്തിനെയാണ്. ഇവിടുത്തെ സെയിം മലയാളമാണ് സംസാരം. അപ്പൊ ഞാന് ഇപ്പൊ എനിക്ക് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയില്ല. അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ്. അപ്പൊ ഞാൻ ഈ സ്പൈനൽ ഹെഡേക്ക് വന്നില്ല. ഞാൻ പറഞ്ഞു എന്തായാലും 3-4 ഡേയ്സിൽ റെഡി ആകുമ്പോൾ പറഞ്ഞല്ലോ നിറയെ വെള്ളം കുടിക്കാൻ. അതാണ് ലിക്വിഡ് ഇൻടേക്ക് നന്നായിട്ട് വേണം. അത് ഈ അനസ്തേഷ്യ എടുത്തുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ കിടക്കുമ്പോ എനിക്ക് ഭയങ്കര ഇരിക്കുമ്പോ പെട്ടെന്ന് ഹെഡ് വന്ന് ഇങ്ങനെ ലോക്ക് ആവും. ആദ്യം ഉണ്ടായിരുന്നു ഒരു 2 days ആയപ്പോ ഉണ്ടായിരുന്നു വെള്ളം നന്നായി കുറഞ്ഞു കുടിച്ചു. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ലോക്കായ പോലെ തോന്നി. അപ്പൊ തന്നെ കിടന്നപ്പോ എന്തായി, വളരെ നോർമലായി. അപ്പൊ അതിന് മെഡിസിൻ, അതിനാണ് ഈ ഡ്രിപ്പൊക്കെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് ഞാൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറിന് എന്തായാലും ഒരു 3 days അത് ക്യൂർഡ് ആവും എന്ന് പറഞ്ഞു. പിന്നെ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ വെയിലും കാലാവസ്ഥയൊക്കെ ഏകദേശം മഴയൊക്കെ ആണല്ലോ. അപ്പൊ പിന്നെ വീട്ടിൽ ചെന്ന് നമുക്ക് ബേബിനെയൊക്കെ ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കണം, നമുക്കൊരു ഫ്രഷ് എയർ അതിലേക്കൊക്കെ പോകണം. എന്തായാലും 4 days ഡിസ്ചാർജ് ഫസ്റ്റിൽ ആ സിംറ്റംസ് ഓരോ പ്രോബ്ലംസ് കാണുമ്പോൾ 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്ലസ് അനുഗ്രഹം ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് പറഞ്ഞാലും തീരാത്ത നന്ദി. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്താണ് അതേപോലെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടും ബേബി വരാൻ കാത്തിരുന്നിട്ടും ബേബി അങ്ങനെ ഓരോരോ ഞങ്ങളും കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്, അതിന് ഒരുപാട് നന്ദി ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ തങ്കക്കുടത്തിനെ കണ്ടല്ലോ എല്ലാവരും, നമ്മുടെ സിസ്റ്റർ നേരത്തെ ചെയ്തും കാണിച്ചു തന്നല്ലോ. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ നമുക്കിനി വീടെത്തിയിട്ട് കാണാം.